പറയൂ ഹലോ പറയൂ. ഹലോ ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അവൻ്റെ കഴിഞ്ഞ പിറന്നാളിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡേറ്റ് ഉണ്ടെന്ന് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനായിട്ട് വെക്കുന്നുണ്ടെന്ന്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹാളിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് പകൽ വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഡിന്നർ പാർട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പേര് തന്നെ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ്, പിന്നെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ. പിന്നെ ഈവനിങ്ങിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എൻ്റെ ചില ഫ്രണ്ട്സിനൊന്നും വരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാവരുടെയും സൗകര്യം നോക്കണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഈവനിങ്ങിലേക്ക് വെച്ചു. പിന്നെ ഇന്ന് കാലത്ത് ഞാൻ അവനെ അക്ഷയൻ്റെ കയ്യിലാക്കിയിട്ട് അമ്പലത്തിലൊക്കെ വേഗം ഒന്ന് ഓടിപ്പോയി വന്നു. പിന്നെ ഈവനിങ്ങിലാണ് ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കാലത്ത് പ്രത്യേകിച്ച് ഹറിബറിയൊന്നുമില്ല, എല്ലാം ആസ് യൂഷ്വൽ തന്നെ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വിശേഷങ്ങൾ വഴിയേ കാണാം. ഞങ്ങൾ മോനെ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഒരു ടച്ചപ്പിന് പോവാണ്. സാരി കൊടുക്കണം, അങ്ങനെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പം അതിന് ഞാനൊരു പാർലറിലേക്ക് പോവാം. മോനെ എൻ്റെ അമ്മയുടെ അടുത്താക്കി. അപ്പം അവർ ഇനി അവനെ ഡീൽ ചെയ്തോളും. അവന് ഭക്ഷണം, അവൻ്റെ ഉറക്കമൊക്കെ ഇനി അമ്മ നോക്കിക്കോളും. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിരിക്കുന്ന ഹോട്ടല്. ഇത് തൃശ്ശൂർ ടൗണിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് ആദ്യത്തെ പരിപാടി ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം തന്നെ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറേ പേര് വന്നത്. പിന്നെ കുറച്ച് കേക്ക് വീതം എല്ലാവരും അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. സത്യത്തിൽ ഇപ്പോഴാണ് കേട്ടോ അവൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവന് ബിസ്ക്കറ്റോ കേക്കോ ഒരു സാധനം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. അവളെ കണ്ടിട്ട് എൻ്റെ മോന് ഗുരുതര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവളെ പിടിക്കണം, അവളുടെ കൂടെ കളിക്കണം. പക്ഷെ ആ കുട്ടി ആകെ പേടിച്ച് പോയി അവൻ്റെ പരാക്രമം കണ്ടിട്ട്. പിന്നെ എല്ലാവരും പതുക്കെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഇതെൻ്റെ അമ്മായിയും കുഞ്ഞമ്മയാണ് കേട്ടോ സൂപ്പ് കുടിക്കണേ. ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയിൽ അവസാനിച്ചു. ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡാണ്. അവൻ അതിനും ക്ഷീണാണ്. അവൻ്റെ ഉറക്കം ശരിയായില്ല. പിന്നെ എനിക്ക് പാലൊക്കെ കൊടുക്കാൻ നമ്മളെ വീട്ടിലുള്ള പോലെ അങ്ങനെ പറ്റില്ലല്ലോ. ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ പാല് കൊടുക്കാൻ. എന്നാലും ഞാൻ കൊടുത്തിരുന്നു. അവിടെ നമുക്ക് ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഞാൻ അവന് പാലൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ എന്നാലും അവന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടും പിന്നെ ആളുകൾ വരുമ്പോൾ മാറി ഇങ്ങനെ എടുക്കുകയല്ലേ അവനെ. ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ടും അവനാകെ വയ്യാതെയായി. അപ്പോൾ വീട്ടിൽ പോയി ആദ്യത്തെ പണി അവനെ ഉറക്കുക എന്നുള്ളതാണ്. ഇപ്പം അവനിരുന്ന് പാല് കുടിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ്റെ ചവിട്ടലൊക്കെ. പറയാനുള്ളത് ഹലോ പറയൂ ഹലോ പറയൂ ഹലോ ഹലോ. ഞങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, ഞങ്ങൾക്ക് 1 വയസ്സായി. പറയൂ മതി, ഹലോ പറയുന്നത് മതി. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ കഴിഞ്ഞ് വന്നപ്പോൾ അവന് ഭയങ്കര ക്ഷീണം, ഞങ്ങൾക്ക് അതിലും ക്ഷീണം. വേഗം കിടന്ന് ഉറങ്ങി. ഞങ്ങൾ അയ്യോ എന്നെ വിളിച്ചല്ലേ, ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങി. മതി ഹലോ പറഞ്ഞുകൊണ്ടിരിക്കുക. വീഴരുത്
വീഴരുത്. ഇവിടെ ഭയങ്കര വെളിച്ചം. അപ്പോൾ ദാ 1 വയസ്സുകാരനെ ഇങ്ങോട്ട് വരൂ. ഈ പ്രായത്തിൽ നല്ല രസമല്ലേ? ഈ 1 വയസ്സ് പ്രായത്തിൽ അവരുടെ ചിരിയും കളിയും. ദാ അങ്ങോട്ട് നോക്കും. കാര്യം അവർ വലുതാവുന്നതൊക്കെ നമുക്ക് നല്ല കാര്യമാണ്. അവർ ഓരോ മുട്ടുകുത്തണു, കമിഴണു, നടക്കണു, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കുറച്ചും കൂടി വലുതാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നല്ലൊരു രസമുള്ള പ്രായമല്ലേ ഈ 1 വയസ്സ്. അവരുടെ കളിയും ചിരിയും മുഖത്തെ ഓരോ എക്സ്പ്രഷൻസും. ഒരു പെട്ടിയുണ്ട് ഇവിടെ, അവൻ്റെ പെട്ടി. ആ പെട്ടിയുമ്പോൾ ഞാൻ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അതും വലിച്ച് ഈ റൂമിൻ്റെ തെക്ക് വടക്ക് നടക്കലാണ് പണി. അത് അവനൊരു ടൈം പാസ്. അവന് ടാറ്റ പറഞ്ഞ് മതിയാവണില്ല. അവന് അതാ അപ്പാണോ അത് കുഞ്ഞിക്കുറുമ്പനാണോ അത്? അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് റൂം ക്ലീൻ ചെയ്യണം. ഇന്നലെ രാത്രി വന്നതിൻ്റെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. പിന്നെ അവന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തുറക്കണം. അതൊക്കെ അക്ഷിട്ടൻ വന്നിട്ടേ ചെയ്യുള്ളൂ. അക്ഷിട്ടൻ ജോലിക്ക് പോയി. ഇപ്പോൾ ടാറ്റ പറയൂ, ബായ്, ഇനി പിന്നെ വരാമെന്ന് പറയൂ. വേറൊരു വ്ളോഗായിട്ട് വരാമെന്ന് പറയൂ. ടാറ്റ പറയൂ, ബായ് പറയടാ. ടാറ്റാ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഇനി പിന്നെ വേറൊരു വ്ളോഗായിട്ട് വരാം. ബായ്.